KMCTA സംസ്ഥാന പ്രസിഡന്റ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന് എബവ് ആയിട്ടുള്ള അതിൽ കൂടുതലുള്ള സർവീസുകൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഡോക്ടർമാരുടെയും ബാക്കി സ്റ്റാഫുകളുടെയും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അതെ അതെ മുദ്രാവാക്യം തന്നെ കൂടുതലായിട്ടുള്ള ഡോക്ടർമാർ വേണമെന്നാണ് ആവശ്യം ഉന്നയിച്ച് ആരോഗ്യമന്ത്രിയെ കാണുകയോ ചർച്ച നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇത് എല്ലാ വർഷവും നമ്മൾ പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞാൻ പറഞ്ഞു, അതായത് മെഡിക്കൽ കോളേജ് കോന്നി ഇടുക്കി മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരത്തിന്റെ പ്രശ്നം വന്നപ്പോൾ ഇതേ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു, നമ്മൾ റീഡിപ്ലോയ് ചെയ്താൽ ഇനി ഞങ്ങൾ പോവില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്ന് ക്യാബിനറ്റ് ഡിസിഷനായിട്ട് തന്നെയാണ് അതിനുള്ള മിനിമം പോസ്റ്റുകൾ അന്ന് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്നിരുന്നാലും അതൊരു രോഗി പരിചരണത്തിന് അനുസൃതമായിട്ടുള്ള നമ്പർ ഇല്ല പോസ്റ്റുകളുടെ. പിന്നെ ഇങ്ങനെയുള്ള റിമോട്ട് മെഡിക്കൽ കോളേജുകളിൽ SRമാരെ പോസ്റ്റ് ചെയ്താലും പലരും പോകണമെന്നില്ല. കാരണം അവർക്ക് അവിടെ പോയി സർവീസ് ചെയ്യേണ്ട അത്യാവശ്യം അവിടെ വരുന്നില്ല, അവർ വേറെ ജോലികൾക്ക് പോകും. ഇപ്പോൾ ഈ വർഷത്തെ പ്രധാന പ്രശ്നം വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ NMC ഇന്ന് കാസർഗോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ നടക്കുകയാണ്. ഇപ്പം വയനാടേക്ക് 22 ഡോക്ടർമാരെയും കാസർഗോഡേക്ക് ഏകദേശം 40ഓളം ഡോക്ടർമാരെയുമാണ് പല മെഡിക്കൽ കോളേജുകളിൽ നിന്നായി അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പോസ്റ്റ് ക്രിയേഷനും കഴിഞ്ഞ വർഷം തൊട്ടേ നമ്മളും പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഗവൺമെന്റിൽ അതിന്റെ പ്രപ്പോസൽ ഇപ്പോൾ ഉണ്ട്, അത് സർക്കാരിന്റെ പരിഗണനയിലാണ്. അതും എത്രയും പെട്ടെന്ന് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു തീരുമാനമാകണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ്. അല്ല, ഇതില് ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുപ്പ് വരും. അങ്ങനെ നേരത്തെ ഉള്ളവർ പലരും നടക്കുമ്പോൾ നടക്കട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോകേണ്ടി വരുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് സമയാസമയത്ത് തന്നെ എഴുതി അറിയിക്കാറുണ്ട്. പക്ഷേ ഇത് പുറകെ നടന്ന് ഓരോ ഫയലും എവിടെ ഇരിക്കുന്നു, എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഫോളോ അപ്പ് ചെയ്യാൻ ഒരു HODക്ക് സമയം കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ അതിന് സിസ്റ്റം ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ, ഓഫീസ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ പ്രൊക്യൂർമെന്റും മെയിൻ്റനൻസും ഒക്കെ നടക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഫണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അദ്ദേഹം നടത്തിയ സർവീസ് ചട്ടലംഘനമാണ്. ഒരു ഫയല് DME ഓഫീസിലോ അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയൽ നീക്കം നടക്കുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ടതും ഒരു ഡോക്ടറിന്റെ HOD ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹം ചെയ്തിട്ടില്ല. അതല്ലാതെ അദ്ദേഹം തിരുവനന്തപുരം യൂറോളജി വിഭാഗത്തിന്റെ സംഘടനയുടെ തലത്തിലുള്ള ആളാണ്. അങ്ങനൊരു ക്രൈസിസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് കിട്ടാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും അദ്ദേഹം ശ്രമിച്ചില്ല. ഫേസ്ബുക്കിൽ എഴുതിയിട്ടത് ഒരു സർവീസ് ചട്ടലംഘനമാണ്. അല്ല, പുറത്തുനിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായെന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം അല്ല അത്. ജനങ്ങൾക്ക് സർവീസ് നടപടി ഉണ്ടാവുക, അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയല്ലോ. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? ഒരു മെഡിക്കൽ സർവീസ് കൊടുക്കുന്നതിൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, അതിനുള്ള സിസ്റ്റമാണ് വരേണ്ടത്. അപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അത് കണക്കിലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയി രംഗത്തിറങ്ങുന്നതായിരിക്കും. അതെ 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 KMCTയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അവിടെ ചൂണ്ടിക്കാട്ടി ഡോക്ടർമാർക്കെതിരെ നടപടികൾ ഉണ്ടാവരുത് എന്നൊക്കെയാണ് KGMCTയുടെ ആവശ്യം. അവകാശങ്ങളൊക്കെ ഒന്നിക്കാം, അനീതിക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യവുമായാണ് അവിടെ KGMCTയുടെ പ്രതിഷേധം. അതിനിടയിൽ വന്ന ഒരു വാർത്ത, ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഫലം കാണുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പറയുന്ന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്ന് എത്തിക്കുകയും അത് മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും തുടങ്ങുകയും ചെയ്തു എന്നൊരു നല്ല വാർത്ത കൂടി ഇവിടെ വരുന്നുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, അപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം തുറന്നു പറഞ്ഞതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. അദ്ദേഹം നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും ഉറപ്പില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ വേഗം ഉപകരണങ്ങൾ എത്തി പ്രതീക്ഷ, അല്ലേ?
ഹാഷ്മി, തീർച്ചയായും. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ചില ഉപകരണങ്ങളുടെ അഭാവമായിരുന്നു ശസ്ത്രക്രിയ മാറ്റിവെക്കാൻ കാരണമായത്. അത് പ്രധാനമായി കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ഈ ശസ്ത്രക്രിയ നടത്തുന്ന ചില ഉപകരണങ്ങൾ ഇല്ലായിരുന്നു. ഹൈദരാബാദിൽ നിന്നാണ് സാധാരണ ഈ ഉപകരണങ്ങൾ എത്തിക്കുന്നത്. ഇതിൽ പർച്ചേസ് ഓർഡർ നൽകുന്നതിനടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതായിരുന്നു ഡോക്ടറുടെ പരാതി. ഈ പരാതിക്ക് പിന്നാലെ ഡോക്ടർ ഒരു ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് ഇതിൽ മെഡിക്കൽ വകുപ്പ് DME ഉൾപ്പെടെയും ഒപ്പം ആരോഗ്യ വകുപ്പും കാര്യമായി ഇടപെടുന്നത്. തുടർന്ന് അടിയന്തര നിർദ്ദേശം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഹൈദരാബാദിൽ നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചത്. ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിച്ചതോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ രാവിലെ തന്നെ പുനരാരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഹാരിസ് ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ഈ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ നിലവിൽ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നടക്കുകയാണ്. നേരത്തെ ഹാരിസ് ഡോക്ടർ പങ്കുവച്ച കുറിപ്പിൽ പല വാചകങ്ങളും വൈകാരികമായിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെച്ചു, അത് തന്റെ മകന്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടേതായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തനിക്ക് ലജ്ജയും മനോവിഷമവും തോന്നുന്നു എന്നതായിരുന്നു ഹാരിസ് ഡോക്ടറുടെ പ്രതികരണം. ഇതുൾപ്പെടെ വലിയ ചർച്ചയായതോടുകൂടിയാണ് ഒരു താൽക്കാലികമായെങ്കിലും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം യൂറോളജി വിഭാഗത്തിൽ മാറിയിട്ടുള്ളത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഇപ്പോഴും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അഭാവം ഉണ്ട് എന്നതാണ് ഡോക്ടർമാർ പറയുന്നത്. അല്പസമയം മുമ്പ് ഈ പ്രതികരണത്തിൽ സംസാരിച്ചത് KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗമായിരുന്നു. അവർ പറയുന്നത് ഒരുപാട് നാൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്ത ഡോക്ടർമാർ മാനസിക സമ്മർദ്ദത്തിലാണ്. കുറെ കഴിയുമ്പോൾ അവർ മടുത്തു പോകും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് അല്പസമയം മുമ്പ് KGMCTA സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. കാരണം അത്രത്തോളം ഒരു മാനസിക സമ്മർദ്ദം ഈ ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നേരിടുന്നുണ്ട്. അതാണ് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ സാമൂഹിക മാധ്യമ പോസ്റ്റിലൂടെ പങ്കുവച്ചത്. പക്ഷേ ആ പോസ്റ്റ് വളരെ ചർച്ചയാവുകയും വൈകിയെങ്കിലും സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഒരു ഇടപെടൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷിക്കാൻ വിദഗ്ധ സമിതി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. കൃത്യമായി എവിടെയാണ് പിഴവുണ്ടായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വൈകാതെ സർക്കാരിന് സമർപ്പിക്കും. ആ റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഹാഷ്മി.